കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ വൈസ് ചാൻസലറെ കടന്നാക്രമിച്ചു സിപിഎം. വി.സി. മോഹനൻ കുന്നുമ്മൽ ആർഎസ്എസിന് ദാസ്യപ്പണി ചെയ്യുന്നുവെന്ന് ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ പറയുന്നു. താൽക്കാലിക വി.സി. ചുമതലയുള്ള സീസ തോമസിനെ എസ്എഫ്ഐ പ്രവർത്തകർ തടഞ്ഞു. സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി ആർ ബിന്ദു വി.സിക്ക് കത്ത് നൽകി. ഭാരതാംബ ചിത്ര വിവാദത്തിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വി.സി. മോഹനൻ കുന്നുമ്മലിനെതിരെ പ്രതിഷേധം തുടരുകയാണ്. സംഘപരിവാർ ഏജന്റായി പ്രവർത്തിച്ച് സർവകലാശാലയെ തകർക്കുകയാണ് വി.സി. മോഹനൻ കുന്നുമ്മലിന്റെ ലക്ഷ്യമെന്നാണ് ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ പറയുന്നത്. ആർഎസ്എസിനായി ദാസ്യപ്പണി ചെയ്യുകയാണ് വി.സി. എന്നും മുഖപ്രസംഗം വിമർശിക്കുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നായിരുന്നു ആർ ബിന്ദുവിന്റെ വിമർശനം. ദക്ഷിണേന്ത്യൻ സർവകലാശാലകളിലൊക്കെ തന്നെ ഈ കാവ്യവൽക്കരണ അജണ്ട അവർ പ്രതീക്ഷിക്കുന്ന വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ തന്നെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. സസ്പെൻഷൻ നടപടിക്കെതിരെ താൽക്കാലിക ചുമതലയുള്ള വി.സി. സിസ തോമസിനെ തടഞ്ഞായിരുന്നു എസ്എഫ്ഐയുടെ പ്രതിഷേധം. രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറിന്റെ ലോഗിൻ ഐ.ഡി. സിസ തോമസ് സസ്പെൻഡ് ചെയ്തിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.